മുരളേട്ടൻ എവിടെ? എനിക്ക് മുരളേട്ടനെ ഒന്ന് കാണണം. അതെ, നേരത്തെ കൊടുത്ത മെഡിസിൻ ഒന്നുകൂടെ കൊടുത്തേക്കൂ. ശരി ഡോക്ടർ. വേദനിക്കുന്ന ഡോക്ടറെ, ഒന്ന് മുരളേട്ടനെ വിളിക്കൂ പ്ലീസ്. ഭാർഗവീന്റെ എണീക്കുമ്പോ അമ്മയും ശാരി പോയിക്കോ. ഇവിടെ ഇപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. മുരളി, ഗൗരിക്കൊന്ന് കാണണമെന്ന് പറയുന്നു. ഡോക്ടർ, അവൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല പെയിനുണ്ട്. മുരളി ഒന്ന് കണ്ട് സംസാരിക്കേ. ചെല്ലു. ചെല്ലടാ, നീ പോയി അവളെ ഒന്ന് ആശ്വസിപ്പിക്കേ. ഞാൻ എന്ത് പറയാനാണ് അവളോട്? മുരളേട്ടാ, ചെല്ല്. ആരെയും കാണാതെ ഇത്രയും നേരം ഒറ്റയ്ക്കല്ലായിരുന്നോ? സംസാരിക്കേ. എന്തായാലും കാര്യങ്ങളൊക്കെ അവൾ അറിയണമല്ലോ. ചെല്ലടാ. ഗൗരി എങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യുന്ന അറിയില്ല. എന്നായാലും എല്ലാം അറിയണ്ടേ? വേദന സഹിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു വയറുവേദനയാ. സാരമില്ല ഗൗരി, ഹോസ്പിറ്റലല്ലേ, മാറിക്കോളും. മുരളീട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? പോട്ടെ, സാരമില്ല. നമ്മുടെ കുഞ്ഞു മുരളിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? മുരളീട്ട് എന്താ ഡോക്ടർ എന്തേലും പറഞ്ഞു? എന്താ എന്താ മുരളീട്ട? മോളെ, നമ്മുടെ കുഞ്ഞ്
പോയി മോളെ. മുരളീട്ടാ, എന്താ പറഞ്ഞേ? സാരമില്ല, വിഷമിക്കല്ലേ. മുരളീട്ടാ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞതാ മോളെ, സൂക്ഷിക്കണമെന്ന്. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വരുമോ? നടക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ഞാൻ ഓർമ്മിപ്പിക്കാറില്ലേ? എന്റെ കുഞ്ഞിനെ കൊന്നതാ മുരളീട്ടാ. ഗൗരി, അതെ, നമ്മുടെ കുഞ്ഞിനെ കൊന്നതാ ആ സ്ത്രീ. കൊന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അവര് എന്നെ പിടിച്ച് തള്ളിയതാ. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തതാ. ആര്? നീ ആദ്യം ഗേറ്റിന് പുറത്തിറങ്ങടി, ഇല്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും ഞാൻ. നിങ്ങളുടെ ഔദാര്യം സ്വീകരിക്കാൻ വന്നതൊന്നും അല്ല ഞാൻ. ദേവികെ, നിനക്കൊന്നും പറയാനില്ലേ? നീയല്ലേ നന്ദന്റെ ഭാര്യ. നീ ഇങ്ങ് വന്നേ, വാ. മാറി അങ്ങോട്ട്. അയ്യോ മോളെ, എനിക്ക് മോളെ, ഗൗരി മോളെ, എന്റെ മോളെ. ആ സ്ത്രീ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തകർത്തല്ല മുരളീട്ടാ. മുരളീട്ടാ, പോവല്ലേ. എന്റെ അടുത്ത് നിൽക്ക് മുരളീട്ടാ. ഞാൻ വരാം. എനിക്ക് 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 പേടിയാ. ഞാൻ വരാം. എനിക്കൊരാളെ കാണാനുണ്ട്. മുരളീട്ടാ, ഞാൻ വരാം. എന്ത് പറഞ്ഞു? അവക്കെല്ലാം മനസ്സിലായല്ലേ? മനസ്സിലാക്കാതെ പോയതേ എനിക്കാണോ? മുരളീട്ടാ, എന്റെ ഗൗരി വീണതാണെന്ന് നീ പറഞ്ഞു. വീണതാ അല്ലേടാ? അയ്യോ, എന്താ മുരളീട്ടാ ഇത്? വിട്. ചാപിള്ളയായി പോയൊരു കുഞ്ഞിന്റെ അമ്മയാ അകത്ത് നെഞ്ചു പൊട്ടി കരയുന്നത്. എടാ, നിന്നെ പ്രസവിച്ച സ്ത്രീ ഒരു അമ്മയാണോടാ? നന്ദു, മുരളീട്ടൻ. അവനോട് നേരത്തെ പറയേണ്ടതായിരുന്നു. എവിടെ പോവുകയാണെന്നൊന്ന് നോക്കുന്നുണ്ടേട്ടാ. പോട്ടെ, കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ.
പറയുന്നത്? 5 മാസം തികഞ്ഞു നിൽക്കുകയല്ലേ ആ കുട്ടി? ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയതാ, വീണുപോയി. എന്നിട്ട് എവിടെ കൊണ്ടുപോയിരിക്കുന്നത്? എന്താ ഇപ്പൊ അവസ്ഥ? അറിയില്ല, ഞാൻ ആരെയും വിളിച്ചില്ല. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ പറച്ചില് കേട്ടിട്ട് അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും ആപത്ത് വരുമെന്നാ എന്റെ പേടി. നന്ദനെ പോലും വിളിക്കാൻ പേടിയാ ജാനകി. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായിരുന്നോ? എനിക്കറിയില്ല എവിടെയാ എന്താന്ന്. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. എന്റെ കുഞ്ഞിനെ കൊലക്ക് കൊടുത്തപ്പോ സമാധാനമാവില്ലേ? മുരളി, മിണ്ടരുത്. മോഖം അടിച്ച് തകർക്കാനാ ഞാൻ വന്നത്. എടാ ഞാൻ ശബ്ദിച്ച കൊല്ലിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞ്, ഞാനും ഗൗരിയും കാത്തിരുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളൊരു സ്ത്രീയാണോ? ഒരു അമ്മയാണോ? എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തതിന് പകരം ചോദിക്കാൻ വന്നതാ ഞാൻ. ഇനി നിങ്ങള് മുരളി, എന്താ മുരളി, എന്താ നിനക്ക്? ഇവിടെ നടന്നൊന്നും ചേച്ചി അറിഞ്ഞില്ലല്ലേ? ഈ സ്ത്രീ ഒന്നും പറഞ്ഞു കാണില്ലല്ലോ. എന്താ? ഗൗരിയെ ഇവര് പിടിച്ച് തള്ളി. എന്റെ കുഞ്ഞു പോയി ചേച്ചി. ഞാനൊന്നും ചെയ്തതല്ല. അവള് ഇനി കള്ളം കൂടെ പറഞ്ഞ് ഇവിടെ വെച്ച് തീർക്കുന്ന മുരളി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആശുപത്രി കിടക്കുന്ന ഗൗരിയോട് ഞാൻ എന്താ പറയണ്ടേ? കണ്ടോ, കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ടോ? ഒരു കൊലപാതകം നടത്തിയിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? ഇവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെയായിരിക്കും? കരയും, കാല് പിടിക്കും, പറ്റിപ്പോയതിന് പശ്ചാത്തപിക്കും. പക്ഷെ ഇവരുടെ ഈ നിൽപ്പ് കണ്ടോ? പാറ പോലെ. മുരളി, മതി. എനിക്കൊരബദ്ധം പറ്റി. അവള് വീഴോന്ന് കരുതിയിട്ടല്ല ഞാൻ. വേണ്ട, കൂടുതൽ വിശദീകരിക്കരുത് എന്റെ അടുത്ത്. മതിയാക്കും. ഈ വീട്ടിലുള്ള എല്ലാവരും
പ്രഭാവതി എന്ന പേര് കേട്ട പേടിക്കും. എന്റെ അമ്മ നിങ്ങളുടെ കാൽച്ചുവട്ടിലെ ജോലിക്കാരിയാ. പക്ഷേ എന്നെ ആ ഗണത്തിൽപ്പെടുത്തണ്ട. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ജീവന. പ്രഭാവതിയുടെ കൽപ്പനയ്ക്കനുസരിച്ച് തുള്ളുന്നവരല്ല എല്ലാവരും. നിങ്ങളിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് നന്ദന്റെ അമ്മയായോണ്ട് മാത്രമാ. അല്ലെങ്കിൽ അവിടെ എന്റെ കുഞ്ഞിനെ മൂടുമ്പോ ഇവിടെ നിങ്ങൾക്ക് ഒരു കുഴി എടുക്കേണ്ടി വന്നേ. മുരളി, ഏയ്, മിണ്ടിപ്പോരുത്. നിങ്ങളൊരു യക്ഷിയ, മനുഷ്യന്റെ ചോര കുടിക്കുന്ന യക്ഷി. മുരളി, നിന്റെ ചേച്ചിയല്ലേ പറയുന്നത്? സമാധാനിക്ക്. എങ്ങനെ എങ്ങനെ സമാധാനിക്കാനാ ഞാൻ? എന്തൊക്കെ സ്വപ്നം കണ്ടതാ ചേച്ചി? കുഞ്ഞിന്റെ പേര്, ഇടേണ്ട വസ്ത്രം, പഠിക്കേണ്ട സ്കൂള് ഒക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്നതാ. പോയില്ലേ? എല്ലാം പോയില്ലേ? ഗൗരി ഇതുവരെ നോർമലായിട്ടില്ല. അങ്ങ് ചെല്ലുമ്പോ ഞാൻ അവളെ എന്ത് പറഞ്ഞു സമാധാനിപ്പിക്കും? നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. പാതാളത്തിൽ പോയി ഒളിച്ചാലും അനുഭവിച്ചവർ കണ്ടുപിടിച്ചു വരും പകരം ചോദിക്കാൻ. ഒരുപാട് പേരെ കരയിച്ച നിങ്ങളുടെ ആത്മാവിന് ഒരിക്കലും ഗതി കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലും ഗതി കിട്ടാത്ത പ്രേതമായിട്ട് നിങ്ങൾ അലയും, അനുഭവിക്കും. അനുഭവിച്ചേ തീരൂ. എന്താ എന്തോടെ മുരളി നീ ബഹളം വെക്കുന്നേ? അത് ചോദിക്കാൻ നീ ആരടി? നിന്റെ തന്തയുടെ കയ്യിലെ പൂത്ത കാശിന്റെ ബലത്തില് ഈ സ്ത്രീയുടെ കൂട്ടുകൂടി നന്ദന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാലുണ്ടല്ലോ, ഒച്ചയ്ക്ക് കത്തിക്കും എല്ലാത്തിനെയും. നിങ്ങളെ ഞാൻ എന്റെ അമ്മയായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. എന്നോട് ഇങ്ങനൊരു ചതി ചെയ്യരുതായിരുന്നു. എടാ, ഞാൻ വേണ്ട, ഇവിടെ വച്ച് നിർത്തുക. നിങ്ങൾ ഇനി എനിക്ക് ആരുമല്ല. എന്റെ ജീവൻ എടുത്ത ശത്രു. അങ്ങനെ ഞാൻ കാണും.
ആന്റി എന്താ ഇതൊക്കെ? മുരളി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവന്റെ മാനസിക നില ആകെ തെറ്റിയിരിക്ക. ഗൗരി ഇവിടെ വന്നിരുന്നു. ഇവിടെ അവള് കാലുവഴുതി വീണു. ഇതിനിടയിൽ ഞാൻ പിടിച്ചു, പക്ഷേ എന്റെ കയ്യിൽ നിന്നില്ല. മുരളിയെ കുറ്റം പറയുന്നില്ല. മുരളിയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ പ്രതികരിക്കൂ. പുള്ളിയത്തിന് ആന്റിയോട് ചൂടാവുന്ന എന്തിനാ? മീരെ, ഗൗരിയുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞു മരിച്ചു. അമ്മ അവളെ തള്ളിയിട്ടു. ആ പാതകം ചെയ്തതിനാ മുരളി ഇങ്ങനെ ചൂടായത്. ആന്റി ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവള് തനിയെ വീണതാ. അമ്മേ, തെറ്റ് ചെയ്തതിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള മനസ്സെങ്കിലും ഒന്ന് കാണിക്കേ പ്ലീസ്. ആന്റി ആന്റി അറിയാതെയാണെങ്കിലും ഗൗരിയുടെ കുഞ്ഞ് മുരളിക്കൊക്കെ വിഷമമായല്ലോ. അതെ അറിയാം, പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? മോള് ചെല്ല്, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. ചെല്ല്.